മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി RSSനെയും സംഘികളെയും ഇപ്പൊ സംഘികളെന്ന് എല്ലാവരും അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം സംഘികളുടെ തലതൊട്ടപ്പനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരുപക്ഷെ വേറൊരു സംഘിയായിരിക്കും ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കാം സംഘത്തിൽ ഉൾപ്പെട്ടവർക്ക് നല്ല അഭിമാനമാണ്. ഇപ്പൊ ഈ സംഘികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമെല്ലാം മനുസ്മൃതി കേരളത്തിൽ പ്രചരിപ്പിക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണഗതിയിൽ അദ്ദേഹം പറയുന്നതിന് വളരെയധികം ചിന്തിച്ചിട്ടൊന്നുമല്ല പറയുന്നത്, അപ്പൊ തോന്നുന്നത് അപ്പൊ പറയുന്നു. എന്നാലും മനുസ്മൃതി ഇവിടെ വരുത്തിയാൽ ഡേഞ്ചറസ് ആണെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി രാമായണത്തെ കുറിച്ച് പറയാത്തതൊന്നുമില്ല. അത്രയും മോശമായിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ അദ്ദേഹം അവതരിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ വില പോയേ ഉള്ളൂ, രാമായണത്തിന്റെ വിലയൊന്നും വലുതായിട്ട് പോയില്ല. മാത്രമല്ല സീതയും രാമനും ഉണ്ടായിട്ടില്ല എന്ന് സീതാരാമ യെച്ചൂരി പറയുകയും ചെയ്തു. JNUവിന്റെ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് രാഷ്ട്രദ്രോഹിയുടെ ലിസ്റ്റിൽ ഒന്നാമതേ ആവാനാണ് സർവ്വസാധാരണയായിട്ടുള്ളത്. ഇപ്പൊ രാമനും ലക്ഷ്മണനും സീതയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സീതാറാം യെച്ചൂരിയും കുഞ്ഞിക്കണ്ണനും ഡിക്ലെയർ ചെയ്തു. മാത്രമല്ല തൃപ്പൂണിത്തുറയിൽ നടന്ന അതിഗംഭീരമായിട്ടുള്ള മഹാഭാരത വ്യാഖ്യാനത്തില് മഹാഭാരതത്തിന്റെ ശുദ്ധ അബദ്ധ പഞ്ചാംഗങ്ങളാണ് 3 ദിവസത്തെ സെമിനാറിൽ ആദ്യത്തെ ദിവസം 5 മിനിറ്റ് വിവരിച്ചത്, 5-10 മിനിറ്റ് വിവരിച്ചത്. പക്ഷേ ഫ്ലക്സ് മുഴുവനും മഹാഭാരത വിശകലനമായിരുന്നു. അടുത്ത ദിവസം ബോൾഷെവിക്ക് വിപ്ലവവും സ്റ്റാലിനും ലെനിനും മാർക്സിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം മുഴുവൻ റഷ്യയെക്കുറിച്ചും ചൈനയെക്കുറിച്ചായിരുന്നു. അതിൽ പങ്കെടുത്തവരാണ് പറഞ്ഞത്, ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ഇന്നൊരു പോസ്റ്റർ കണ്ടു. മനുസ്മൃതി പ്രകാരം കാളയെയും പശുവിനെയും പോത്തിനെയും തിന്നാത്തവൻ മനുഷ്യവർഗത്തിൽപ്പെടുന്നവനല്ല. അപ്പൊ നേരത്തെ പിണറായി വിജയനെ പോലെയുള്ളവർ പറഞ്ഞത് മനുസ്മൃതി കൊണ്ടുവരുന്നത് ഡേഞ്ചറസ് ആണ്, അതിനെ നഖശിഖാന്തം എതിർക്കും. അപ്പൊ മനുസ്മൃതി നീചവും നിന്ദ്യവും സ്ത്രീകളെ മനുഷ്യരായിട്ട് പോലും കാണാത്തതുമായിട്ടുള്ള ഒരു പുസ്തകത്വം. ആ പുസ്തകത്തിൽ പശുവിനെയും കാളയെയും പോത്തിനെയും കൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങളത് തിന്നണമെന്നാണല്ലോ അർത്ഥം. അപ്പൊ ഈ അവസരത്തിനനുസരിച്ച് അമ്മ ചൂണ്ടിക്കാണിച്ചവരെയൊക്കെ ഡാഷ് എന്ന് വിളിക്കാൻ കപ്പാസിറ്റിയുള്ള കുറെ എണ്ണങ്ങൾ കേരളത്തിൽ ജനിച്ചതിന്റെ ഒരു വശമാണ് മനുസ്മൃതിയെ എതിർക്കുക. അവനവൻ ആവശ്യമുള്ള സാധനം വരുമ്പോൾ മനുസ്മൃതി അവിടെ കൂട്ടിയില്ല. അടുത്ത നോക്കുക, കുഞ്ഞിക്കണ്ണനും ബാക്കിയുള്ളവരൊക്കെ രാമായണത്തിനെ എതിർത്തു. രാമായണം ഇല്ലെന്ന് ഇവര് തന്നെ പറഞ്ഞു. ഇവര് തന്നെ പറയുന്നു രാമായണത്തിൽ ശ്രീരാമൻ ഇറച്ചി കഴിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രീരാമൻ രാമായണത്തിൽ ഇറച്ചി കഴിച്ച രാമായണം നമുക്ക് വേണം, ഇത് ബാക്കിയുള്ളത് നമുക്ക് വേണ്ട. ഇനി ആലോചിച്ച് നോക്കാം, പഴയ മുഖ്യമന്ത്രിമാരിൽ ഒരാളുടെ ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിച്ചു. ശരിക്കും നടന്നതാണ്. ഞാൻ ആളുടെ പേര് പറയുന്നത് ശരിയല്ല. വ്യക്തികളുടെ ദുഃഖത്തെ വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത് സാമാന്യധർമ്മത്തിന് എതിർത്ത്. ഇനി ആ ഉപേക്ഷിച്ച ഭർത്താവ് അയാളുടെ അടുത്ത ഈ ഭാര്യയുടെ അച്ഛൻ മുഖ്യമന്ത്രി ചോദിച്ചു എന്ന് വിചാരിക്കാം, നീ എന്താണ് എൻ്റെ മകളെ ഉപേക്ഷിച്ചത് എന്നൊരു കുറെ ചോദിച്ചു എന്ന് വിചാരിക്കാം. അയാൾ എന്തായിരിക്കും പറയാ, ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് രാമായണം പ്രയോജനമായി, ഇയാൾക്ക് രാമായണം എതിർക്കാനുമുള്ളതായി. ഇത് ഗംഭീരല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മഹാഭാരതത്തെ വർജിക്കാനും ത്യജിക്കാനും തമസ്കരിക്കാനും ഒക്കെ അവസരം പബ്ലിക്കായിട്ട് കിട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ നിലനിൽക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് ജ്ഞാനപീഠം അവാർഡായ MT വാസുദേവൻ നായരുടെ പുറകെ നിൽക്കുന്ന MT വാസുദേവൻ നായർക്ക് 2ാം ഊഴം എന്ന പേര് മാറ്റി മഹാഭാരതം എന്ന പേരിൽ തന്നെ ഭീമനെ കൊണ്ടുവരികയും ചെയ്യണം. അപ്പൊ ഒരു വശത്ത് മഹാഭാരതം വേണ്ട, തമസ്കരിക്കണം, നിരാകരിക്കണം, ശുദ്ധാസംബന്ധം. മറുവശത്ത് അത് തന്നെ വേണം. ശരിക്കും ഇതൊക്കെ എന്താ പറയാ, അച്ഛന് പിറന്നവനാണെങ്കിൽ ഇങ്ങനെ പറയോ? വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം. വേദം സവർണ മൂരാച്ചി ഫാസിസ്റ്റ് പിന്തിരിപ്പന്മാരുടെയാണ്. വരേണ്യവർഗത്തിന്റെ സവർണ മേധാവിത്വം കൊണ്ടുവരാനാണ് വേദം.
പക്ഷെ വേദത്തിൽ പശു ഇറച്ചി തിന്നുന്നത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് തിന്നാൽ എന്താ കുഴപ്പം? അപ്പൊ വേദത്തിൽ ബീഫിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് വേദം വേണം. വരേണ്യവർഗത്തിന്റെ വരവിനെ വേണ്ടിയിട്ട് എഴുതിയത് കൊണ്ട് വേദം വേണ്ട. ഇങ്ങനെയുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ തോന്നാറുണ്ട്, ശരിക്ക് രാജാവിന് പറ്റിയ പ്രജകളല്ല കേരളത്തിലുള്ളത്. കേരള ജനതയ്ക്ക് പറ്റിയ ഇലക്ട്രിസിറ്റി മന്ത്രിയും അതുപോലെ തന്നെ ഉപദേഷ്ടാക്കളും അതുപോലെ തന്നെ ഉള്ള ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉള്ള മന്ത്രിമാരുമാണ് ഉള്ളത്. ഈ ജനതയ്ക്ക് പറ്റിയവരാ. യഥാ രാജ തഥാ പ്രജ അല്ല, യഥാ പ്രജ തഥാ രാജ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് മഹാഭാരതത്തെ ഒരു വശത്ത് കൂടെ എടുക്കുക, എന്നിട്ട് അവനവന്റെ ചിന്താധാരയെ വിവരിക്കാൻ മഹാഭാരതം എടുക്കാം. മനുസ്മൃതിയെ നഖശികാന്തം അവഹേളിക്കുക, എന്നിട്ട് കാളിറച്ചിയും പോത്തിറച്ചിയും തിന്നാൻ മനുസ്മൃതി കൂട്ടിയ. രാമായണത്തെ പുച്ഛിച്ച് അവഹേളിച്ച് നിരാകരിക്കുക, എന്നിട്ട് അതിനകത്തുള്ള ചില വരികൾ എടുത്തിട്ട് അവനവന്റെ കാര്യങ്ങൾ പറയുക. തോന്നുന്നവരെ അച്ഛ എന്ന് വിളിക്കുന്ന ഒരു സംസ്കാരമുള്ളവർ മുകളിൽ കയറിയാൽ സംഭവിക്കുന്നതാണ് ഇതെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇതൊക്കെ എൻ്റെ തോന്നൽ മാത്രമാണ് കേട്ടോ. ഏതായാലും നല്ല ഗംഭീരമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ പാകത്തിനുള്ള പ്രശ്നങ്ങളും ചോദ്യങ്ങളൊക്കെ മുമ്പിൽ വരുമ്പോൾ നല്ല രസം തോന്നാറുണ്ട്. അതുപോലെ ഒന്നുകൂടി ലാസ്റ്റ് പറയാം. ഈ ബൈബിള് പഴയ നിയമം അനുസരിച്ചിട്ടാണ് എല്ലാ പള്ളിയുടെയും മതിലുകളിൽ എഴുതിയിരിക്കുന്നത്. കൊട്ടേഷൻ, ലേവിയർ, പുറപ്പാട്, സംഖ്യ, രാജാക്കന്മാര്, അതുപോലെ തന്നെ ജെറേമിയ, ഇരമ്യ, ഇങ്ങനെ കുറേ എഴുതിയിരിക്കുന്ന മുഴുവനും പഴയ നിയമം അനുസരിച്ചിട്ടാണ് പള്ളികളിലെ മതിലുകളിലെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ പഴയ നിയമത്തെക്കുറിച്ച് ഒരു 10-12 കൊട്ടേഷൻ മിനിഞ്ഞാന്ന് ഞാൻ രാത്രി അപ്ലോഡ് ചെയ്തപ്പോ എല്ലാ ക്രിസ്ത്യാനിയും പറയുന്നു, ക്രിസ്ത്യാനികൾ പഴയ നിയമമല്ല, അത് ജൂതന്മാർക്കുള്ളതാണ്. ഞങ്ങൾ പുതിയ നിയമം യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷമുള്ളതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഈ പള്ളിയിൽ എന്തിന് ഈ പഴയ നിയമമൊക്കെ എഴുതിയത്? അത് ജൂതന്മാർക്കുള്ളതാണെങ്കിൽ അത് മാത്രമേ പല പള്ളിയിലും എഴുതിയിട്ടുള്ളൂ, പഴയ നിയമത്തിലുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോ അവനവന്റെ ആവശ്യത്തിന് ഒരാളെ അച്ഛാന്ന് വിളിക്കുക, അച്ഛന് കുഴപ്പമുണ്ടെങ്കിൽ അത് അച്ഛനല്ലെന്നും പറഞ്ഞേക്കാം. എന്ത് എളുപ്പമാണ്. ഞാൻ കൊട്ടിയൂരിലെ ദിവ്യഗർഭം നൽകിയ അച്ഛനെ കുറിച്ചല്ല പറയണേ കേട്ടോ. യോഗ ധ്യാന കേന്ദ്രങ്ങളിലൂടെ മുഴുവനും പഠിപ്പിച്ചിട്ട് ധ്യാന കേന്ദ്രങ്ങൾ മുഴുവനും യോഗയുടെ കേന്ദ്രം പോലെ ആക്കിയിട്ട് കർദിനാള് പറഞ്ഞു യോഗയും ധ്യാനവും പള്ളിയുടെ ഭാഗമേ അല്ല. എന്ത് രസ! ഇവരൊക്കെയാണ് ഓരോരുത്തരും മുമ്പിൽ പോയിട്ട് തൊഴുത് കയ്യും കാലും ഒക്കെ ചുംബിക്കുന്നത് എന്നറിയുമ്പോൾ വെറുതെ അല്ല ഇവർക്കൊക്കെ വികാരം ഉണ്ടാക്കിയിട്ട് ബാക്കി പലതുമൊക്കെ ചെയ്യുന്ന ഇവര്. പ്രണാമം, നമസ്കാരം.